يمني مطعم ورد انا كنسل. اكرم خليه بعدين هو كلام يبغى وينك جيب هذا كبير نفر معلوم كبير نفر كبير نفر ماله يمني جاشا كلام شيل هو شيل هو عبي ريال ونص انا قام تمخ ما في ديزل فوق انت عبي ريال ونص ريالين عبي ريالين كلم ريالين كبير كم ريال؟ ريالين ريالين ايوه اول انت شيل ريال ونص صح؟ ريال نص ايوه بعدين انا امسك على طول انت ريال ونص ريال ونص بعدين هذا كله مشكله ديزل زياده يجي انا اكلم هو كبير شيل ريالين هو شيل ريالين كله كبير شيل هو ما مشكلة هذا هو 2 كم 3 يوم ممكن 40 ريال هو كل يوم ما في اليوم بعد بكرة بعد بكرة بعد بكرة 3 يوم ايوه اليوم عبي بكرة ما في بعد ما في عبي الغروبة ما شاء الله ما شاء الله كل طريق كويس. الحين هذا كوبري انت اول ماله هذا كوبري هذا كويس. ابو بكر الصديق ابو بكر الصديق طريق زحمة ليش ما വണ്ടികളൊക്കെ പോകുന്നുണ്ട് എന്താ സ്പീഡ്. ഇതാണ് ഭൂമിക്കടിയിലൂടെയുള്ള പാത അണ്ടർഗ്രൗണ്ട് പാതയാണിത്. അയ്യൽ ഉറൂദ് റോഡ് എന്ത് രസാ കാണാനൊക്കെ. എല്ലായിടത്തും സിഗ്നലുകളും ഒക്കെ കൃത്യമായിട്ടുണ്ട് കണ്ടാ. നമ്മളിതിൻ്റെ നടുവിലെത്തുമ്പോൾ ലൈറ്റിൻ്റെ കളറും കേട്ടോ. നമ്മളിതിനെ നടുവിലെത്തിയെന്നാണ് ഈ ലൈറ്റ് സൂചിപ്പിക്കുന്നത് കണ്ടോ. ഇവിടെ മൊത്തം വെള്ള ലൈറ്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ എന്താ പറയുക അണ്ടർഗ്രൗണ്ട് തീരാനാകുമ്പോൾ പിന്നെ ലൈറ്റിൻ്റെ കളർ മാറും. അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒക്കെ വൈറ്റ് ലൈറ്റാണ് കാണുന്നത്. ഒക്കെ അങ്ങോട്ടും എക്സിറ്റും ഒക്കെ ഉണ്ട്. പിന്നെ എമർജൻസി വാതിലൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എല്ലാം നല്ല സിഗ്നൽ കാണാം. നല്ല ഇതാണ് കാണുമ്പോൾ തന്നെ എത്രത്തോളം ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും ഒക്കെ സൈഡിലൊക്കെ ഉണ്ട് ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ മീനിന്ന്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയാണ്. പക്ഷെ ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി സ്പീഡ് എത്ര പോകേണ്ടതൊക്കെ അവിടെ കുടുങ്ങും. അതുകൊണ്ട് ശ്രദ്ധിച്ചേ പോകാം വണ്ടിയൊക്കെ. നമ്മളെ സൗദി അറേബ്യ റിയാദാണ്. ഇതാണ് ഇപ്പോൾ ഇനി എൻ്റെ എത്താനായി. അതുകൊണ്ട് ഇപ്പോൾ ലൈറ്റിൻ്റെ കളർ അവിടെ നിന്നാണ്ട് മാറുന്നുണ്ട് കേട്ടോ. അവിടെ ലൈറ്റിൻ്റെ ചേഞ്ച് ഉണ്ടല്ലേ. അപ്പോൾ നിന്നാണ് നീല മഞ്ഞായി. അതായത് എൻ്റെ എത്താനായി. എൻ്റെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്നുണ്ടാവും വെളിച്ചം കണ്ടോ. നമ്മളിതിൽ നിന്ന് കിടക്കുകയാണ് പുറത്തേക്ക്. നല്ലൊരു ഫീലിംഗ് ആണ് വണ്ടി ഓടിക്കുമ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ പറയാതിരിക്കാം, ഈ ഒരു സമയം പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണി 9 മണി സമയം. ഈ സമയത്ത് ഇവിടെ നമ്മൾ റിയാദിലാണുള്ളത്, മെയിൻ സിറ്റി. അപ്പോൾ ഇവിടെ തിരക്കുണ്ടാവും ഉണ്ടോ. തിരക്ക് റോഡിലുണ്ട്. ഓക്കെ, അവിടെയൊക്കെ അലങ്കരിച്ചത് കണ്ടില്ലേ. നല്ല ഭംഗി, നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ഞാൻ അന്ന് പോകുന്ന ഒരു ദിവസം ഒന്ന് പോയത്രല്ലേ. ഇപ്പോൾ കുറേയൊക്കെ ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട്. അതായത് 2030 ആവുമ്പോഴേക്കും സൗദി അറേബ്യ അടിപൊളി ഒരു ലുക്കിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റേതാണ്
ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാലും ഇവിടെ ഒക്കെ ഇതാണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു മതിൽ പോലെ കാണുന്നുണ്ട്, കളറൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വേക്കിലവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറി കൂടി റോഡൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഒക്കെ മാഷാല്ലാ ഒക്കെ ഭംഗിയായിട്ടുണ്ട്. സൗദി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി പങ്കുവെക്കാം ഇൻഷാ അല്ലാ. ഈ കുപ്പിനെ കണ്ട ഇതിൻ്റെ ഉള്ളിലൊക്കെ പച്ച ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പണി അതിനിപ്പോൾ ഓപ്പൺ ആക്കിയതാണിത് പുതിയത്. ഈ കാണ ലൈറ്റ് കാണാം, പച്ച എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ പച്ച ലൈറ്റ്. പിന്നെ പച്ച എന്നറിയാമല്ലോ, അത് ഇവിടുത്തെ കൊടിയുടെ പതാകയുടെ നിറമൊക്കെ അതായതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. തകൃതിയായിട്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു സൽമാൻ പാർക്ക് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ അയൽവറുദിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അയൽവറുദ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡ്യൂട്ടി ഇവിടെയാണ്. ഇവിടെ സിഗ്നൽ ഉള്ളതുകൊണ്ട് ബ്ലോക്കായി ഉണ്ടോ. തൊയ്ക്ക് മലിക് ഫഹദ് ഷായി ഒലയ്യാണ് മെയിൻ സിറ്റി പറഞ്ഞാൽ. ഒലയ്യ അവിടെയൊക്കെയാണ് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുക, ഓഫീസുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒലയ്യയിൽ. സിഗ്നൽ ക്ലോസ് ആയി, വണ്ടി അടുപ്പിച്ച് അവിടെ പോയി നിർത്തും. ഞാൻ കുറേ റോഡൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഞാനിങ്ങോട്ട് കണ്ടോ, മലിക് അബ്ദുൽ അസീസ് ഒലയ്യേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ നേരെ ഒലയ്യ. അതാ കിൻഡൻ ടവറാണ് കാണുന്നത്. അത് കാണുന്നുണ്ട് വലിയൊരു ടവർ, അതാണ് കിൻഡൻ ടവർ. അത് പ്രത്യേക ദിവസങ്ങളൊക്കെ ആകുമ്പോൾ അതിന് പ്രത്യേക ലൈറ്റുകളും ഒക്കെ ഇങ്ങനെ ബുർജ് ഖലീഫിലൊക്കെ ഉള്ള പോലെ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തും നമുക്ക് കാണാം രാത്രിയിൽ. പ്രത്യേക ദിവസമൊക്കെ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കത്തും. സെറ്റപ്പാണ്. അതപ്പോൾ നമ്മൾ കിൻഡൻ ടവറിനെ എടുത്ത് കാണിക്കുന്നുണ്ടോ, എത്ര വലിപ്പം ഉണ്ടാവുന്നു. പാർക്കിന്റെ ചുരുക്കാണ് ഇത് കാണാൻ. ഇതൊക്കെ നമ്മളിത് സിഗ്നൽ കണ്ട പച്ചാത്തി ഉണ്ടോ, പച്ചാത്തി നമ്മൾ പോവാണ്. ഇവിടെ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ചെറിയൊരു ടൗൺ അങ്ങാടി പോലത്തെ ഏരിയയാണ്. ഇവിടെയാണ് നമ്മൾ ഡ്യൂട്ടി ഉണ്ടാവുക. അപ്പോൾ നമ്മളൊക്കെ വയ്യാണ്. ഇവിടെ പാർക്കാണ് പുതിയ വരുന്നത്. ഇവിടെ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടോ.